ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DLED അഡ്മിഷൻ 2024 ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. DDKasargod.blogspot.com എന്ന വെബ്സൈറ്റാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഗവൺമെൻറ് എയ്ഡഡിൻ്റെയും സെൽഫ് ഫിനാൻസിൻ്റെയും റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആ ഒരു സൈറ്റിൽ വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ്സ് എന്ന് കാണാം. നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് ആ ഒരു സെലക്ഷൻ ലിസ്റ്റ് കാണാം. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഗവൺമെൻറ് എയ്ഡഡിൻ്റെയും അതിൻ്റെ പോലെ തന്നെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിൻ്റെയും കാണാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് സെലക്ഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഷുവർ ലിസ്റ്റ് എന്നൊക്കെ പറയും, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് വെയിറ്റിംഗ് ലിസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇൻ്റർവ്യൂ ഷെഡ്യൂൾ പറയുകയാണെങ്കിൽ ഇൻ്റർവ്യൂ നടക്കുന്നത് TIHSS നൈമർമൂല നിയർ സിവിൽ സ്റ്റേഷൻ കാസർഗോഡാണ്. ഡേറ്റ് വരുന്നത് 14/8/2024 9 മണിക്ക്. സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, ഗവൺമെൻറ് എയ്ഡഡിൻ്റെ ഷുവർ ലിസ്റ്റിലും വെയിറ്റിംഗ് ലിസ്റ്റും ഉള്ളവർക്ക് ഈ ഒരു ഡേറ്റിലാണ് വരുന്നത്. അതുപോലെ സെൽഫ് ഫിനാൻസിൻ്റെ ഷുവർ ലിസ്റ്റും വെയിറ്റിംഗ് ലിസ്റ്റും ഉള്ളവർക്ക് 16/8/2024 9 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ സയൻസ്, ഗവൺമെൻറ് എയ്ഡ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് സയൻസിൻ്റെ ഷുവർ ലിസ്റ്റാണ്. അപ്പം ഷുവർ ലിസ്റ്റിലുള്ളവർക്ക് അഡ്മിഷൻ ഉറപ്പായിരിക്കും. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാം ഒറിജിനലായിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ സമയത്ത് പോകണം. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ വെരിഫൈ ചെയ്ത് നോക്കും. അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ഉറപ്പാണ്. ഷുവർ ലിസ്റ്റിലൂടെ ആബ്സെൻസിലായിരിക്കും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഓക്കെ, ഇപ്പം ഷുവർ ലിസ്റ്റിൽ ഏതെങ്കിലും കാറ്റഗറിയിലൊക്കെയുള്ള കുട്ടികൾ വന്നിട്ടില്ല എങ്കിൽ ആ സെയിം കാറ്റഗറിയിലുള്ള വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടിയായിരിക്കും പിന്നെ വിളിക്കുന്നത്. ഫസ്റ്റ് ആരാണോ കിടക്കുന്നത് ആ കുട്ടിയായിരിക്കും വിളിക്കുന്നത്. അങ്ങനെ ആ കുട്ടിക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരും തീർച്ചയായിട്ടും ഇൻ്റർവ്യൂവിന് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം എല്ലാവരും ആ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്, താങ്ക്